കേരളത്തിൽ ഇത് തന്നെയല്ലേ, സ്ത്രീകൾക്കെതിരായി അല്ലാത്ത ആളുകൾക്കെതിരായി പ്രതിപക്ഷ നേതാക്കന്മാർ എതിരായിട്ടൊക്കെ സൈബർ ആക്രമണം, സൈബർ ഗുണ്ടകളല്ലേ, സൈബർ ഗുണ്ടകളാണ് സൈബർ ഇടങ്ങളിൽ. ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുക. മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ അവരെ അറസ്റ്റ് ചെയ്യുക, സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും. ഞങ്ങൾക്കെതിരായിട്ട് ആരെന്ത് പറഞ്ഞാലും കേസില്ല, അന്വേഷണം ഇല്ല, അപ്പോൾ IT ആക്ട് പോരാ, IT ആക്ടിന് ബലം പോരാ എന്നൊക്കെ പറഞ്ഞുള്ള മറുപടിയാണ് കിട്ടുന്നത്. സ്ത്രീകൾ, വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളാണ് സൈബർ ഇടങ്ങൾ നേരിടുന്നത്. ഇതെല്ലാം ഈ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റാണ് കേരളത്തിൽ ഭരിക്കുന്നത്. എതിരാളികളെ, സമരം ചെയ്യുന്നവരെ അടിച്ചമർത്തുകയും എതിരഭിപ്രായങ്ങൾ പറയുന്നവരെ ആക്രമിക്കുകയും ചെയ്യാം. ശാരീരികമായി അവരെ ആക്രമിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സൈബർ ഇടങ്ങളിലൂടെ ആക്രമിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. അതില്ല എന്ന് ഇവർ പറയുന്നത് ഇത് ഫാസിസമാണ്. സൈബർ ഇടങ്ങളിൽ നടക്കുന്നത് ഫാസിസം തന്നെയാണ്. അല്ല, അതൊക്കെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. എനിക്ക് അഭിപ്രായത്തോടൊന്നും അവര് മലയാളത്തില് എല്ലാവരും ഇഷ്ടപ്പെടുന്ന പാട്ടുകാരിയാണ്. അവർക്ക് സ്വന്തം അഭിപ്രായം അവർ പറയട്ടെ. അഭിപ്രായത്തോട് നമുക്ക് യോജിക്കണമെന്നില്ലല്ലോ. നമുക്കെതിരായിട്ട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ അങ്ങോട്ട് ഫിനിഷ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾക്കെതിരായിട്ട് എത്രയോ പേര് അഭിപ്രായം പറയുന്നു. ഏത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ മാത്രമേ നമ്മൾ ചോദ്യം ചെയ്യുള്ളൂ. നമുക്കെതിരായിട്ട് നമ്മൾ പോരാ, നമ്മൾ കൊള്ളരുതാത്തവനാണ്, നമ്മൾ ദുഷ്ടനാണ്, അല്ലെങ്കിൽ നമ്മൾ കഴിവില്ലാത്ത ഒരാളാണ്, നമ്മൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ പല രീതിയിൽ ആക്രമിക്കും. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അവർക്ക്. നമ്മൾ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ മാത്രമേ നമ്മളതിനെ ചോദ്യം ചെയ്യാറുള്ളൂ. അത് വിമർശിക്കുന്നത് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും സ്വാതന്ത്ര്യം, വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പ്രതിപക്ഷ നേതാവിനെതിരെ പറയും, മുഖ്യമന്ത്രിക്കെതിരെ പറയും. ആലപ്പുഴയിൽ നിന്ന് പോലീസ് ലാത്തി പൊട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. കണ്ണൂരിൽ സമാനമായ പാലക്കാട് ഇനി എന്തായിരിക്കും നമ്മുടെ? അതാ ഞങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പാർട്ടി നേതൃത്വമൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ്. വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഇത്രയും ക്രൂരത, ഞാൻ പറയാം, ഇയാൾ രക്തദാഹിയാണ്. ഇയാൾ മറ്റുള്ളവന്റെ തലയിൽ നിന്ന് പൊട്ടി, കുഞ്ഞുങ്ങളുടെ തല പൊട്ടി ചോര ഒഴുകുന്നത് കണ്ട് മാത്രം ഉറക്കം വരുന്ന ഒരാളായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറി. രക്തദാഹിയായ ക്രൂരനായ മുഖ്യമന്ത്രിയാണ്. കേരളം ഇതുവരെ ഇദ്ദേഹത്തെ പോലെ ഒരാളെ കണ്ടിട്ടില്ല. ഇയാൾ ആഹ്ലാദിക്കുക. ഇയാളുടെ ചുറ്റും നിന്നൊരു ഉപജാപക സംഘം. ഇയാൾ കരുത്തനായ മുഖ്യമന്ത്രിയാകുന്നത് ഇങ്ങനെയാണ് ഞാൻ അയാളെ തെറ്റിദ്ധരിപ്പിക്കുക. ചുറ്റും നിന്നുള്ള സൂര്യനാണ്, ചന്ദ്രനാണ്, കലികനാണ്, പിന്നെ മരമാണ്, കുന്തമാണ്, കുറച്ചക്രമാണെന്നൊക്കെ സ്തുതിഗീതങ്ങൾ പാടുകയാണ്. ആ സ്തുതിഗീതം കേട്ട് മയങ്ങിയിരിക്കുന്ന ഏകാധിപതിയായ ഭരണാധികാരിയാണ്. കേരളം ഇയാളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ആരാണ്?